ഞാൻ ദീപ. ഞാൻ വീട്ടിലിരുന്ന് ഒരു ഹോം ബൊട്ടിക് റൺ ചെയ്യുന്ന ആളാണ്. കുഞ്ഞു പിള്ളേരുടെ ഡിസൈനർ ഫ്രോക്സും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. ഇപ്പൊ റീസെന്റ് ആയിട്ട് വലിയവരുടെ ഡിസൈനിങ് വർക്ക്സും ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈനായിട്ട് കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് ഓർഡർ എടുത്തിട്ട് സമയം കിട്ടുന്ന പോലെ ചെയ്തു കൊടുക്കുകയാണ് എൻ്റെ ഒരു രീതി. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ കാണുന്ന ഒരു യൂട്യൂബ് ചാനലും എനിക്കുണ്ട്. ഇടയ്ക്കൊക്കെ വീഡിയോസ് ഞാൻ ഇടാറുണ്ട്. കൂടാതെ ചില ഓൺലൈൻ ട്രെയിനിങ്ങുകൾ ഞാൻ നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, എങ്ങനെയാണ് ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്? 2 കുഞ്ഞുങ്ങളുണ്ട്, വീട്ടുജോലിയുണ്ട്, ബോഡി പെയിൻ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസിൽ പറയാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് ഇപ്പം റീസെൻ്റ് ആയിട്ട് 1-2 എന്നെ പോലെ തന്നെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നവർ വിളിച്ചിട്ട് ചോദിച്ചിരുന്നു, അതിന് എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ, അവർക്ക് അതൊന്നും പറ്റണില്ല, എല്ലാം എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്നതെന്നാണ് ചോദ്യം കേട്ടോ. അപ്പം അതിനൊരു ഉത്തരവായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ആദ്യം തന്നെ പെർഫെക്ഷൻ എന്നൊരു പറഞ്ഞൊരു സംഭവം അങ്ങനെ എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാനൊന്ന് വ്യക്തമാക്കിക്കോട്ടെ. എന്തായാലും ഞാൻ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. ഞാൻ അത്യാവശ്യം നന്നായിട്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. എല്ലാം തനിയെ ചെയ്യുന്നത് കൊണ്ട് പ്ലാനിങ് ഇല്ലാണ്ട് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല. കാരണം കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഓർഡർ എടുക്കുന്നത് തൊട്ട് സാധനം പർച്ചേസ് ചെയ്യുന്നതും ഡിസൈൻ ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും ഡെലിവറി ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യേണ്ടത് കൊണ്ട് പ്ലാനിങ് എനിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അപ്പോൾ ഇയർലി, മന്ത്ലി, ഡെയിലി പ്ലാനിങ് എല്ലാം ഒത്തിരി സമയം എടുത്ത് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് അല്ലെങ്കിൽ ആ ഒരാഴ്ച അല്ലെങ്കിൽ മുന്നോട്ടുള്ളൊരു 3 മാസം എന്ത് ചെയ്യണം എന്നത് അതിനെ പറ്റിയിട്ട് വ്യക്തമായ ഒരു ധാരണ എനിക്ക് എന്തായാലും കാണും. അപ്പൊ അതിനിടയ്ക്ക് വേറെ എന്തെങ്കിലും ആ ഒരു പ്ലാൻ തെറ്റിക്കുന്ന രീതിയിൽ ഈവൻ ഒരു കസ്റ്റമർ ഓർഡർ ആണെങ്കിൽ പോലും അനാവശ്യമായ ഒന്നും തന്നെ കുത്തിക്കയറ്റാനായിട്ട് ഞാൻ ശ്രമിക്കാറില്ല. അപ്പൊ നോ പറയേണ്ടടുത്ത് ഞാൻ നോ പറയുക തന്നെ ചെയ്യും. അതാണ് ആദ്യത്തെ കാര്യം. എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ യെസ് പറഞ്ഞ്, ഈവൻ ഓർഡർ ആണെങ്കിൽ പോലും യെസ് പറഞ്ഞ് ഞാൻ എടുക്കത്തുള്ളൂ. പിന്നെ ഉള്ളത് കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാവുന്ന കാര്യമാണ്. ഞാൻ എപ്പോഴും എനിക്കിഷ്ടമുള്ള, എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. എനിക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സന്തോഷം തരുന്നത്. സോ അതിനായിരിക്കും എപ്പോഴും എൻ്റെ ടു ഡു ലിസ്റ്റിൽ 1-ാം സ്ഥാനം. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയില്ലേൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് അടുക്കള ജോലിയും വീട്ടുജോലിയും. അപ്പം അതുകൊണ്ട് തന്നെ അതിനെപ്പോഴും ലീസ്റ്റ് പ്രയോറിറ്റിയാണ്. അപ്പം മിക്ക ദിവസവും എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടും. അതിലോട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ഇൻട്രസ്റ്റ് കയറും. ഈ കുക്കിങ്ങിലും ബേക്കിങ്ങിലും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് കയറുന്നൊരു സമയമുണ്ട്. ആ സമയമല്ലാതെ എക്സ്പെരിമെന്റ്സും ഒക്കെ ആയിട്ട് ഞാൻ അടുക്കളയിൽ നിന്ന് തിരിയുന്നത് വളരെ കുറവാണ്. അപ്പം എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനിരിക്കുമ്പോൾ വീട്ടുകാര്യവും അടുക്കള കാര്യമെല്ലാം പറ്റുന്ന പോലെ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. എല്ലാ സൈഡും പെർഫെക്റ്റ് ആയിട്ടൊന്നും ഞാൻ കൊണ്ടുപോകാറില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വീടും മുറ്റവും ഒന്നും മിക്കവാറും പെർഫെക്റ്റ് ആയിരിക്കത്തില്ല. പിള്ളേരുള്ളതുകൊണ്ട് പിന്നെ പറയാൻ വേണ്ട. പക്ഷെ അതിലെനിക്കൊരു കുറ്റബോധമൊന്നുമില്ല. ആരെങ്കിലും വന്ന് അയ്യേ ഇതെന്താ വീട് ഇങ്ങനെ കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞാലൊന്നും എനിക്കൊരു കുലുക്കം ഉണ്ടാകത്തില്ല. കാരണം ഇത് മാത്രമല്ലല്ലോ എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. വീട് വൃത്തിയായി കിടക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ നമുക്ക് മാർക്ക് തരുന്ന ഒരു ഒരു ക്രൈറ്റീരിയ. അപ്പൊ എനിക്ക് എന്നെ നന്നായിട്ട് അറിയാം. എനിക്ക് എന്താണ് എൻ്റെ ജീവിതത്തിൽ വേണ്ടതെന്നുള്ളതിനെ പറ്റി വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയുന്നവരെ ഒന്നും ഞാൻ വലിയ ഗൗനിക്കാറൊന്നുമില്ല. അവർക്ക് അത്ര ദണ്ണമാണേലും അവർ വന്ന് വേണം തൂത്ത് തരട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് എൻ്റെത്. എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആട്ടോ. അപ്പോൾ നേരത്തെ എണീക്കുക, പ്രീ കുക്ക് ചെയ്യുക, മീൽ പ്ലാനിങ് ചെയ്യുക, അല്ലെ വീട് വൃത്തിയാക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കുക, അതനുസരിച്ച് ചെയ്യുക എന്നൊക്കെ ഉള്ളത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യാറുണ്ട്. എനിക്കും ഇടയ്ക്കൊക്കെ ഒന്ന് തോന്നാറുണ്ട് എല്ലാം ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് 2 ഭാഗവും ഒരുപോലെ കൂട്ടിമുട്ടിക്കണം, പെർഫെക്റ്റ് ആക്കണം എന്നൊക്കെ എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. ഞാനതനുസരിച്ച് പ്ലാൻ ചെയ്യാറുണ്ട്. പ്രീ കുക്ക് ചെയ്യാനും മീൽ പ്ലാനിങ് ചെയ്യാനും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ അധികം അങ്ങോട്ട് സ്ട്രെസ് ചെയ്യാനൊന്നും പോകാറില്ല, അല്ലെ സ്ട്രെയിൻ ചെയ്യാനൊന്നും പോകാറില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ റോബോട്ടൊന്നും അല്ലല്ലോ. ചില സമയം ഇതൊന്നും ചെയ്യാനായിട്ട്, ഇപ്പൊ ഇഷ്ടമുള്ള കാര്യം പോലും ചെയ്യാനുള്ള മനസ്സും ഉണ്ടാകത്തില്ല, എനർജിയും ഉണ്ടാകത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് വേണ്ടിയിട്ട് തന്നെ കുറച്ച് സമയം കൊടുക്കണം, അല്ലേ?
കുറച്ച് റെസ്റ്റ് എടുക്കണം. ഒത്തിരി അങ്ങ് ഡ്രെയിൻ ആയി പോയി എന്ന് തോന്നുമ്പോൾ ഞാൻ ഇച്ചിരി ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു പവർ നാപ്പോ, ഒരു കുഞ്ഞൻ റീഡിങ് ടൈമോ, അല്ലെ ചെറിയൊരു പാമ്പറിങ് യുവർ സെൽഫ് ടൈമോ ഒക്കെ എടുക്കും. ഞാനങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുക്കാറുണ്ട്. അങ്ങനെയാണ് ഇച്ചിരി ഒന്ന് റീചാർജ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നതാണ്, ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്, അല്ലെ നിങ്ങൾ വേറെ പല യൂട്യൂബേഴ്സിൻ്റെയും ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ കാണുമ്പോൾ നിങ്ങളെ തന്നെ അങ്ങ് ഒന്നിനും കൊള്ളില്ല എന്നുള്ള രീതിയിൽ ഡീഗ്രേഡ് ചെയ്യോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുകയോ ഒന്നും ചെയ്യരുത്. കാരണം ഞാൻ ഉൾപ്പെടുന്ന യൂട്യൂബേഴ്സ് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പം മിക്കവാറും എല്ലാം പെർഫെക്റ്റ് ആയി കാണിക്കാനാണ് മാക്സിമം ശ്രമിക്കാറുള്ളത്. ഞാനും അങ്ങനെ തന്നെയാണ്. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് സ്ഥാനം തെറ്റിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഞാനതൊന്ന് ശരിയാക്കിയിട്ട് തന്നെയാണ് പിന്നെയും എന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ, ഓ ഇവരുടെ വീട് എന്താ എല്ലാം ഭംഗിയായിട്ടിരിക്കുന്നു കണ്ടോ. അങ്ങനെ വിചാരിക്കരുത്. ഞാൻ ഒട്ടുമേ പെർഫെക്റ്റ് അല്ല. നമ്മളങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കാണിക്കുന്നതാണ്. സത്യം എന്താന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും ഒന്നും എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ടിരിക്കാൻ ഒക്കത്തില്ല. എക്സോസ്റ്റഡ് ആയി പോകും, ഭയങ്കരമായിട്ട് ഡ്രെയിൻഡ് ആയി പോകും. നമ്മളെ തന്നെ അത്രയൊന്നും അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടി പുഷ് ചെയ്യരുത്. ഞാൻ ഒട്ടും തന്നെ പെർഫെക്റ്റ് അല്ല. വർക്ക് ലൈഫ് ബാലൻസ് എന്നത് എനിക്ക് ഇതുവരെയും പറ്റാത്തൊരു കാര്യമാണ്. ശ്രമിക്കുന്നുണ്ട്. മിക്കവാറും വർക്ക് എന്ന തട്ട് തന്നെയാണ് എൻ്റെ കാര്യത്തിൽ താന്നിരിക്കുന്നത്. ലൈഫ് അതിനോടൊപ്പം എത്തിക്കാൻ ചിലപ്പോഴൊക്കെ കഴിയുമെങ്കിലും എപ്പോഴും ഒന്നും അത് നടക്കാറില്ല. അത് അങ്ങനെ തന്നെ ആയിരിക്കും. അത് അങ്ങനെ തന്നെയാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നതിലാണ് നമുക്ക് നമ്മുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റ് കറക്റ്റാക്കി കൊണ്ടുപോകാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഭയങ്കര വിഷമായിരിക്കും. എനിക്ക് ആഗ്രഹങ്ങളും ഉണ്ട്, പക്ഷെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നമുക്കത് ചെയ്യാനും തോന്നത്തില്ല. ഇനി ആഗ്രഹങ്ങളൊക്കെ ഓക്കെ ആയി വരുമ്പോഴത്തേക്ക് നമ്മൾ ബാക്കിലോട്ട് നോക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങളൊന്നും ശരിയായിട്ടില്ലല്ലോ. അപ്പം രണ്ടും ശരിയാവാണ്ട് നമ്മൾ ഒരിക്കലും പെർഫെക്റ്റ് അല്ല എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വരുമ്പം ഭയങ്കര സങ്കടമായിരിക്കും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക തന്നെ വേണം. പറ്റുന്നത് ചെയ്യുന്നതിൽ സന്തോഷിക്കുക. പതിയെ ഇമ്പ്രൂവ്മെന്റ്സ് വേണ്ടെടുത്ത് അത് പതിയെ കൊണ്ടുവരാം. ആരെയും ഒന്നും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യരുത്. ആരുടെയും ഉപദേശത്തിനും കാത്തു നിൽക്കാതിരിക്കുക. സ്വയം തീരുമാനം എടുക്കുക. എന്ത് വേണം എന്നുള്ളത് തനിയെ തീരുമാനം എടുക്കുക. ചെറിയ അച്ചീവ്മെന്റ്സ് വരുമ്പോൾ സന്തോഷിക്കുക, ആഘോഷിക്കുക. ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കൺസെപ്റ്റ്. എൻ്റെ ഒരു ഇങ്ങനെ ചോദിക്കുന്നവരോടുള്ള എൻ്റെ ഒരു ഉത്തരം ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഈ ചെയ്തത്. ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് വേണം എന്ന് പറഞ്ഞ് ഒത്തിരി റിക്വസ്റ്റ് വരാറുണ്ട്. പക്ഷേ എപ്പോഴും എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. രാവിലെ എണീക്കുക, നിങ്ങളുടെ വീട്ടിലൊക്കെ നടക്കുന്ന പോലെ തന്നെ രാവിലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും, വർക്കിലേക്ക് കിടക്കും, പിള്ളേരെ നോക്കും. പിള്ളേരെ മിക്കവാറും നോക്കൽ കുറവാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ് ആസ് യൂഷ്വൽ. എല്ലാവരുടെയും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ വീട്ടിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് പുതിയ കാര്യങ്ങളൊന്നുമില്ല. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നവംബർ 11. ഇന്ന് ശരിക്കും പറഞ്ഞാൽ രാവിലെ എണീറ്റപ്പോൾ തൊട്ട് കണ്ണിന് ചെറിയ ഒരു പുകച്ചിൽ പോലെ ഉണ്ട്. കാരണം 2-3 ദിവസമായിട്ട് ഉറക്കമൊന്നുമില്ല. കുറച്ചധികം വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ടൊരു നവംബർ മാസം തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ആനിയമ്മേനെ, എൻ്റെ ഇളയ ആളെ 3.5 വയസ്സുള്ളവർക്ക്, അവളെ ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കും. രാവിലെ ഒരു 10-11 മണിയാകുമ്പം എൻ്റെ അമ്മയുടെ അങ്ങോട്ടേക്ക് കൊണ്ടാക്കും. ഇവിടുന്ന് ഒരു 2.5 കിലോമീറ്റർ ഉണ്ട്. കൊറോണ കാരണം ഞാൻ ഇതുവരെ വിടാതിരിക്കുമായിരുന്നു. പക്ഷേ ഇനി കൊറോണയൊക്കെ നോക്കി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പണി നടക്കത്തില്ല എന്നുള്ളത് കൊണ്ട് അവളെ ഞാൻ അവിടെ കൊണ്ടുവിടും. അതിനുശേഷം ആണ് ബാക്കി എൻ്റെ ബൊട്ടിക് റിലേറ്റഡ് വർക്കൊക്കെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ അവളെ വിട്ടു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു. പക്ഷേ ചോറ് മാത്രമേ വെച്ചുള്ളൂ. ഉച്ചക്കത്തേക്ക് കറിയൊന്നും ഉണ്ടാക്കാനുള്ള ശേഷിയില്ല. കാരണം കണ്ണൊക്കെ ആകെപ്പാടങ്ങ് പുകഞ്ഞു തുടങ്ങി. വല്ലാത്തൊരു ക്ഷീണവും വല്ലായ്മയും വന്നുകൊണ്ട് ഞാൻ ഉച്ചക്കത്തെ കറി മാത്രം പുറത്തുനിന്ന് ഓർഡർ ചെയ്യാനായിട്ട് ബിജുവിനോട് പറഞ്ഞു. എന്നിട്ട് ആ കറി ഉണ്ടാക്കുന്ന സമയമുണ്ടല്ലോ, ഞാൻ പോയി കിടന്നുറങ്ങി. ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. കാരണം നമുക്ക് തലവേദന വരുമ്പോഴത്തേക്കും പെട്ടെന്നൊന്നും ഉറക്കമൊന്നും അങ്ങനെ കിട്ടില്ല. എന്തായാലും കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ യൂഷ്വലുള്ള പ്ലാൻ അനുസരിച്ചുള്ള വർക്കിലേക്ക് കടന്നത്. പ്ലാൻ അനുസരിച്ചൊന്നും അന്നത്തെ ദിവസം പോയില്ല. എന്തായാലും ഒരു 6:30 വരെ വർക്ക് ചെയ്തു. 6:30 വരെ വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ അമ്മയുടെ വീട്ടിൽ പോയി കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വന്നു. ഒരു 8 മണി വരെ അവിടെ പാചകമൊക്കെ അടിച്ചിരിക്കും. കുറച്ച് നേരം സീരിയൽ കാണും. ഞാൻ യൂഷ്വലി സീരിയലൊന്നും കാണാത്ത ആളാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പം അമ്മ എപ്പോഴും സീരിയൽ വെക്കുന്നതുകൊണ്ട് ഈ പ്രതാപവർമ്മനെയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കും.
ഇത്ര നാൾ അമ്മയ്ക്ക് ഏഷ്യാനെറ്റ് ആയിരുന്നു ഇഷ്ടമെങ്കിൽ ഇപ്പം ലോക്ക്ഡൌണിന് ശേഷം നല്ല സീരിയൽസ് ഒക്കെ സി കേരളയിലാണെന്ന് പറഞ്ഞിട്ട് ആ ചാനലാണ് വെച്ചേക്കുന്നത്. അതിലെ 1-2 അതായത് ഒരു 7 മണി തൊട്ട് 8 മണി 8:15 വരെയുള്ള സീരിയൽസൊക്കെ ഞാനും ഇപ്പോൾ കുറച്ചൊക്കെ അപ്ഡേറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം കാണും, കുറച്ച് നേരം പാചകടിക്കും, അത് കഴിഞ്ഞ് വീട്ടിൽ വരും, തീർന്നു. അന്നത്തെ ദിവസം തീർന്നു. ഇങ്ങനെ തന്നെയാണ് എല്ലാ ദിവസവും പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.